നമസ്കാരം, സിജുരാജൻ. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെ കുറിച്ചിട്ട് പറഞ്ഞാലും തീരത്തില്ല. കാരണം അത്രത്തോളം സംശയങ്ങളാണ് ഓരോ ദിവസവും ആളുകൾ ചോദിക്കുന്നത്. അത്രത്തോളം എൻക്വയറീസ് ഡെയിലി ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇതാണ്: ഏതെല്ലാം പേരുകൾക്ക് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ പേരുകൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പേരുകൾ ചൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രേഡ് മാർക്ക് കിട്ടത്തില്ല. അത്തരത്തിലുള്ള 3 ടൈപ്പ് ഓഫ് നെയിംസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി പൊതുവെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ ചില ക്ലാസ്സസിൽ ഭയങ്കര ക്രൗഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ആ ക്ലാസ്സസിനകത്താണ് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തത്. നമുക്കറിയാം, ട്രേഡ് മാർക്കിൽ മൊത്തം 45 ക്ലാസ്സസ് ആണ് ഉള്ളത്. അതിൽ ചില ക്ലാസ്സസിൽ എപ്പോഴും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ക്ലാസ് 3. അതിനകത്താണ് ഈ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വരുന്നത്. ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഫിനോളും സോപ്പും കോസ്മെറ്റിക്സും ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം വരുന്നത് ക്ലാസ് 3-ലാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ക്ലാസ് 3-നകത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഈ കാറ്റഗറിയിലുള്ള ക്ലീനിങ്, ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കോസ്മെറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ് 3-ൽ ഉള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പേര് ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. മറ്റൊരു ക്ലാസ്സാണ് ക്ലാസ് 25. 25-നകത്ത് വരുന്നത് ഡ്രസ്സസ് ആണ്. ഡ്രസ്സസ് അത് കുട്ടികൾക്കുള്ളതാണെന്നുണ്ടെങ്കിലും, ജെൻസിൻ്റെ ആണെങ്കിലും ലേഡീസിൻ്റെ ആണെങ്കിലും അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിലും ഇതെല്ലാം വരുന്നത് ക്ലാസ് 25-ലാണ്. അപ്പോൾ ക്ലാസ് 25-ൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെയാണ് ക്ലാസ് 29. നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, മീറ്റ്, മിൽക്ക്, എഗ്ഗ്, പിക്കിള്, ഇത്തരത്തിലുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസ് എല്ലാം വരുന്നത് 29-ലാണ്. ക്ലാസ് 30 സ്പൈസസ്, ചോക്ലേറ്റ്, ടീ, കോഫി, റൈസ് ഫ്ലോർ, വീറ്റ് ഫ്ലോർ, ഇത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം വരുന്നത് ക്ലാസ് 30-ലാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ബിസിനസ്സും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഫുഡ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഭയങ്കര ക്രൗഡഡാണ് ഈ ഒരു കാറ്റഗറി. ഒപ്പം തന്നെ ക്ലാസ് 35 അതിനകത്താണ് ഈ സർവീസ് മേഖലയിലെ ചില കാര്യങ്ങൾ, അതായത് കൺസൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും, റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിലും, മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും, ഇ കൊമേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് റീറ്റെയിൽ, ഹോൾസെയിൽ കടകൾക്കൊക്കെ പേര് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതും ഭയങ്കര ക്രൗഡഡാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ ക്ലാസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. പ്രത്യേകം ഇത്തരത്തിലുള്ളൊരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി ഏതെല്ലാം ടൈപ്പ് പേരുകൾക്ക് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടത്തില്ല? ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന പേരുകളാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഫാൽക്കൺ എന്ന് പറയുന്ന പേരിൽ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫാൽക്കൺ ക്ലാസ് 30-ലാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണ് ന്യൂ ഫാൽക്കൺ എന്ന് കൊടുത്താൽ കിട്ടത്തില്ലേ? കാരണം ഫാൽക്കൺ അല്ലേ ഉള്ളത്. അപ്പോൾ ന്യൂ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ലേ? അതുപോലെ തന്നെ ഇതിന് ശേഷം എന്തെങ്കിലും ഒരു ടെർമിനോളജി, ഫാൽക്കൺ എന്തെങ്കിലും, ഫാൽക്കൺ പ്ലസ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ലേ എന്നൊരു സംശയം സ്വാഭാവികമാണ് അല്ലേ? കാരണം ആ ഒരു പേരിലല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതിന് മുമ്പിൽ ശേഷം എന്തെങ്കിലും ഒരു പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ബ്രാൻഡ് നെയിം നിങ്ങൾ റൺ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു പേരിലാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കുന്നത് വിചാരിക്കുക, ക്യാൻവാസ്. അപ്പോൾ അതിന് മുൻപിൽ ഞാൻ ന്യൂ ക്യാൻവാസിന് ആഡ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ഇറക്കുകയാണ്, ഫുഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. ശരിയാവോ? നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കത്തില്ലേ അത്? അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് കള്ളത്തരമല്ലേ? ഈ കള്ളത്തരത്തിനെ അംഗീകരിക്കണം എന്നാണോ നിങ്ങൾ IP ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയുന്നത്? നോ. മിൽമ എന്ന് പറയുന്ന പേരിൽ ഓൾറെഡി ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ന്യൂ മിൽമ എന്ന് പറയുന്ന പേരിൽ ഒരു ബ്രാൻഡ് വേണം. അവർ തരുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തരത്തില്ല. എനിക്ക് തന്നു കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാത്തിനും ഇപ്പോൾ ന്യൂന്ന്, ലേറ്റസ്റ്റ്, പ്ലസ് എന്നൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മിൽമ പ്ലസ് എന്തുകൊണ്ട് ഇറക്കിക്കൂടാ? മിൽമയുടെ പ്രൊഡക്റ്റ് ആണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് വാങ്ങത്തില്ല. ആൾക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പേരല്ലേ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പേരുകൾ തരണോ? തരത്തില്ല. സോ ഇത്തരത്തിൽ ഒരു പേരിന് മുൻപിലോ, അതായത് പ്രിഫിക്സോ സഫിക്സോ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. നോട്ട് ദ പോയിന്റ്. മറ്റൊന്ന്, ഇംഗ്ലീഷ് ഡിക്ഷണറിക്കകത്തുള്ള വാക്കുകൾ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ എത്രത്തോളം ബിസിനസ്സുകളുണ്ട്, അത്രത്തോളം ജനസംഖ്യയുള്ളൊരു നാടാണത് അല്ലേ? അപ്പോൾ ധാരാളം ബിസിനസ്സുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മറ്റ് രാജ്യത്തെ പോലെ അത്രത്തോളം ഫോർമാലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ ട്രേഡ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള രാജ്യത്തെ പോലെ എക്സ്പെൻസീവ് അല്ല. ഇവിടെ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഉള്ള ഒരു നാട്ടിൽ ഇംഗ്ലീഷ് ഡിക്ഷണറിക്കുള്ള അകത്തുള്ള പേരുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ആളുകൾ ഓൾറെഡി ആ പേരുകൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിക്ഷണറി നോക്കിയിട്ട് പേര് കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾ ചെയ്യരുത്. അത്തരത്തിൽ പേര് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. സോ നെവർ ലുക്ക് അറ്റ് ദ ഡിക്ഷണറി. നിങ്ങൾ ആലോചിച്ചുണ്ടാക്കുക, ക്രിയേറ്റീവായിട്ട്, ഇന്നോവേറ്റീവായിട്ട് ഉണ്ടാക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിമുകൾ.
അതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ഭാഷകളിലുള്ള പേരുകൾ നിങ്ങൾക്ക് എടുക്കാം. സാൻസ്ക്രിറ്റിലുള്ള പഴയ സാൻസ്ക്രിറ്റുള്ള ടേംസ് ഒന്ന് അതിൽ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ബെറ്റർ ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഡിക്ഷണറിക്കകത്തുള്ള നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഗുഡ്നെസ്, കൈൻഡ്, ഒപ്പം തന്നെ ചിലവർ മലയാളത്തിൽ പേര് അമ്മു, അതുപോലെ തന്നെ മീനു പിക്കിൾസ് എന്തുകൊണ്ട് ഇട്ടുകൂടാന്ന് ചോദിക്കും. ഇതൊന്നും കിട്ടത്തില്ല. നിങ്ങളതിൽ ഒരുപാട് അതിൽ ഇരുന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കിട്ടില്ല. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പേര്. ഇപ്പോൾ 2 ടേംസ് നിങ്ങൾക്ക് കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ള നെയിമാണ് ഓർഗസ്റ്റ് എന്ന് പറയുന്നത്. ഓർഗാനിക് പ്ലസ് റോബസ്റ്റ് ഓർഗസ്റ്റ്, മോൺ ഷെഫ്, മോർണിംഗ് പ്ലസ് ഷെഫ് മോൺ ഷെഫ്. ഇത്തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള രീതിയിൽ പേര് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുക. ഇംഗ്ലീഷ് ഡിക്ഷണറി തുറക്കരുത്, കിട്ടില്ല. മറ്റൊന്ന്, സ്പെല്ലിംഗ് മാറ്റി കൊടുത്താൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. എന്തിനും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി പുതിയ പേര് കണ്ടെത്തണം. ഓൾറെഡി ഉള്ള പേരിൻ്റെ സ്പെല്ലിംഗ് മാറ്റിയാൽ പോരെ. എഗെയിൻ ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ഫാൽക്കൺ എന്ന് പറയുന്ന പേരിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്യാൻവ എന്ന് പറയുന്ന പേരിലൊരു ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള സ്പെല്ലിംഗ് CANVA ആണ്. ഞാൻ നാളെ CANVVA എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഞാൻ ഒരു ബ്രാൻഡിന് അങ്ങ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അവർ അക്സെപ്റ്റ് ചെയ്യുമോ? ഇൻ കേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താവും? ആളുകൾ തെറ്റിദ്ധരിക്കത്തില്ലേ? അപ്പോൾ കൊടുക്കില്ല. ഓക്കെ. അപ്പോൾ ഇവൻ സ്പെല്ലിങ് മാറ്റിയിട്ട് ഉള്ള പരിപാടികൾ നിങ്ങൾ ആലോചിക്കരുത്, കിട്ടത്തില്ല. ഇതൊക്കെ കള്ളത്തരമാണ്, ഇതൊന്നും നടക്കത്തില്ല ഈ ട്രേഡ് മാർക്കിൽ. അപ്പോൾ എന്ത് വേണം? വൃത്തിക്ക് ഇരുന്ന് ആലോചിച്ച് അത്യാവശ്യം റിസർച്ച് ചെയ്ത് മാത്രം ഒരു പേരിലേക്ക് എൻ്റർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ജനറലായിട്ടുള്ള ടേംസ് എടുത്തിട്ട് കൊടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൺലൈനിൽ പല സൈറ്റിലും കയറിയിട്ട് ട്രേഡ് മാർക്കിന് പലരും കൊടുക്കാറുണ്ട്. നിങ്ങൾ കൊടുത്തോളൂ, പക്ഷേ ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ നല്ല കൺസൾട്ടൻറ്റിനെ സമീപിച്ച് കൊടുക്കുക. കാരണം നല്ല കൺസൾട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആൾക്കാരല്ല. നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് കുഴിയിൽ ചാടിക്കുന്ന ആൾക്കാരല്ല. നല്ലതേത് മോശമേത് എന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയുന്നവരാണ് കൺസൾട്ടൻ്റ്. അത്തരത്തിലുള്ള കൺസൾട്ടൻസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പറയും കൃത്യമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ. സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു പേര് നോക്കുക. നിങ്ങളല്ലാതെ ഈ പറയുന്ന ഓൺലൈൻ സൈറ്റിനകത്ത് കയറിയിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച പേര് അവർ കൊടുക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാശ് കിട്ടിയാൽ മതി, അവരങ്ങ് അപ്ലൈ ചെയ്യും. എത്രയോ പേര് അത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് ഒപ്പോസിഷൻ വന്നിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പ്രശ്നം ഇതാണ്, സാധാരണ ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അഡീഷണൽ എക്സ്പെൻസ് ആയിരിക്കും നിങ്ങൾ അത്തരത്തിൽ പുറമേ നിന്നിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കൺസൾട്ടൻ്റ് പോലുള്ള കൺസൾട്ടൻസിന് ചാർജ് ചെയ്യാൻ കഴിയുക. കാരണം അഡീഷണൽ ആയിട്ടുള്ള TMM ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും, പവർ ഓഫ് അറ്റോർണി പുതിയത് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറേ ചടങ്ങുകൾ ഇതിനകത്തുണ്ട് മാറ്റുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. കമ്പനി ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് ലിമിറ്റഡോ LLPയോ വേണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഞാനുമായിട്ട് 1-to-1 കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയ്ക്കകത്തും കൊടുക്കാം. മറ്റൊരു വിഷയമായിട്ട് കാണാൻ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.